ഒരു ടണ്ണിലേറെ ഭാരമുണ്ടായിരുന്ന ടൈറ്റനോബോവ എന്ന രാക്ഷസ പാമ്പുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1000 കിലോയ്ക്കടുത്ത് വരെ ഭാരമുണ്ടായിരുന്ന ഒരിനം ഗുഹകരടികളെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? അതിശയിക്കേണ്ട, ഇവയൊന്നും ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. അത്തരത്തിൽ അതിപുരാതന കാലത്ത് ഭൂമിയിൽ ആധിപത്യത്തോടെ ജീവിച്ചിരിക്കുകയും 10,000 മുതൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ വംശനാശം സംഭവിച്ചു പോവുകയും ചെയ്ത ചില പൗരാണിക കാല മൃഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പൂർണ്ണമായും കാണാൻ തീർച്ചയായും ശ്രദ്ധിക്കുക. നമ്പർ 5, ടൈറ്റനോബോവ. 45 അടി നീളവും 1.25 ടൺ ഭാരവുമുള്ള ഒരു ഭീമൻ പാമ്പിനെ കുറിച്ച് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പാലിയോസിൻ കാലഘട്ടത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഭയപ്പെടുത്തുന്ന ഒരു പാമ്പാണ് ടൈറ്റനോബോവ. ദിനോസറുകളുടെ വംശനാശത്തിന് ശേഷമാണ് ഈ ഭീകര പാമ്പുകൾ ഭൂമിയിൽ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്നത്. ഇന്നത്തെ തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ കാടുകളായിരുന്നത്രേ ഈ പാമ്പുകളുടെ ആവാസ കേന്ദ്രം. ഭീമൻ കടലാമകളും മുതലകളും എല്ലാമായിരുന്നു ഈ രാക്ഷസ പാമ്പുകളുടെ ഭക്ഷണം. 2002 കൊളംബോയിലെ ഒരു കൽക്കരി ഖനിയിൽ നിന്നാണ് ടൈറ്റനോബോകളുടെ 28 ഫോസിൽ അവശിഷ്ടങ്ങളും 3 തലയോട്ടിയും കണ്ടെത്തിയത്. നമ്പർ 4, ഉർസസ് പെലേസ്. പ്ലീസ്റ്റോസിൻ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന ഹിമകരടികളാണ് ഉർസസ് പെലേസ് എന്ന ഹിമയുഗ ഗുഹകരടികൾ. 11 അടി ഉയരവും 1000 കിലോയ്ക്കടുത്ത് ഭാരവും ഉള്ളവയായിരുന്നു ഈ കരടികൾ. ഈ ചരിത്രാതീത കാലത്തെ മൃഗങ്ങൾ പ്രാഥമികമായി സസ്യഭുക്കുകളായിരുന്നു എന്നും ഇവർ വേട്ടയാടാറില്ലായിരുന്നു എന്നുമാണ് ശാസ്ത്രജ്ഞരുടെ നിരൂപണം. ഹിമയുഗത്തിൽ ഈ കരടികൾ യൂറോപ്പിൽ ഉടനീളം ജീവിച്ചിരുന്നു. അവരുടെ 10,000 ഫോസിലുകൾ ഭൂഖണ്ഡത്തിൽ ഉടനീളമുള്ള ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആധുനിക കരടികളെ അപേക്ഷിച്ച് ഇവർ കൂടുതൽ സമയം ഗുഹകളിൽ ചെലവഴിക്കുന്നതായാണ് കരുതപ്പെട്ടിരുന്നത്. ഏകദേശം 24,000 വർഷങ്ങൾക്ക് മുൻപാണ് ഉർസസ് പെലേസിന് വംശനാശം സംഭവിച്ചതും. കാലാവസ്ഥാ വ്യതിയാനമായിരുന്നത്രേ ഹിമയുഗ കരടികളുടെ വംശനാശത്തിനുണ്ടായ പ്രധാന കാരണമായി കരുതപ്പെടുന്നത്. നമ്പർ 3, എൻഡലോഡന്റ്. ഇയോസീൻ കാലഘട്ടത്തിൽ മംഗോളിയയിൽ നിന്ന് യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും വ്യാപിച്ച ഒരിനം പന്നികളാണ് എൻഡലോഡന്റ് എന്ന നരകപന്നികൾ. ഈ മൃഗങ്ങൾക്ക് ഭീമാകാരമായ താടിയെല്ലുകളും ഒരു മനുഷ്യന്റെ കൈത്തണ്ടയുടെ വലുപ്പമുള്ള പല്ലുകളും ഉണ്ടായിരുന്നു. അതിന്റെ ഭീമാകാരമായ താടിയെല്ലുകൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ നിന്നും വേരുകൾ കുഴിച്ചെടുക്കുന്നതിനും ചെടികൾ ചവയ്ക്കുന്നതിനും അവയെ ഇത് സഹായിച്ചിരുന്നു. നെബ്രാസ്ക, വ്യോമിംഗ്, സൗത്ത് ഡെക്കോട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ എൻഡലോഡന്റിന്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 16 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് എൻഡലോഡന്റിന്റെ വംശനാശം സംഭവിച്ചതായിട്ടാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. നമ്പർ 2, സ്മിലോഡൻ. 2.5 ദശലക്ഷം മുതൽ 11,700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കടുവകൾക്ക് സമാനമായ രീതിയിലുള്ള രൂപഘടനയുള്ള ജീവികളാണ് സ്മിലോഡനുകൾ. വടക്കേ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും വനങ്ങളായിരുന്നു ഇവരുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ. വാളുകൾ പോലെയുള്ള മൂർച്ചയേറിയ പല്ലുകൾ 90 ഡിഗ്രിയിൽ വായ തുറക്കാനുള്ള ഇവരുടെ കഴിവായിരുന്നു ഇവരുടെ പ്രധാന പ്രത്യേകത. കാട്ടുപോത്തുകൾ, കുതിരകൾ, പന്നികൾ എന്നിവയെല്ലാമായിരുന്നു ഇവരുടെ പ്രധാന ഇരകൾ. കാലിഫോർണിയയിലെ ലാബ്രഡോർ പിറ്റുകളിൽ നിന്ന് 1000 സ്മിലോഡനുകളുടെ അസ്ഥികളും കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 14,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ച ജീവികളാണ് കമ്പിളി കാണ്ടാമൃഗങ്ങൾ. ഇവയുടെ ഫോസിലുകൾ സ്പെയിൻ, സൈബീരിയ, ദക്ഷിണ കൊറിയ എന്നീ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ആധുനിക കാലത്തെ കാണ്ടാമൃഗങ്ങളെ പോലെ തന്നെ കമ്പിളി കാണ്ടാമൃഗങ്ങൾക്കും 6 അടിയോളം ഉയരവും 3 ടൺ ഭാരവും ഉണ്ടായിരുന്നു. ശരീരം നിറയെയുള്ള കമ്പിളി രോമങ്ങൾ ഇവയുടെ പ്രധാന പ്രത്യേകതയായിരുന്നു. പുരാതന കാലത്ത് കമ്പിളി കാണ്ടാമൃഗങ്ങൾ കൂടാതെ കമ്പിളി രോമങ്ങൾ നിറഞ്ഞ മറ്റൊരിനം ജീവി കൂടി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഏതാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.